ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. പരിപാവനമായ ശ്രീ കാമകലാവിലാസം എന്ന ഗ്രന്ഥത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഈ അവസാനത്തെ ഭാഗത്തിൽ നോക്കാനിരിക്കുന്നത്. അതിൽ ആദ്യം 54-ാമത്തെ ശ്ലോകം നോക്കാം. ഉദിതഃ പുണ്യാനന്ദാദിതി കാമകലാംഗനാവിലാസോയം പരശിവ ഭുജംഗഭാവാകർഷണ ഹർഷായ കൽപ്പതാം നിത്യം. ഇത് സന്ധി പിരിച്ച് ഇങ്ങനെ വായിക്കാം. ഉദിതഃ പുണ്യാനന്ദാത് ഇതി കാമകലാ അംഗനാവിലാസഃ അയം പരശിവ ഭുജംഗഭാവ ആകർഷണ ഹർഷായ കൽപ്പതാം നിത്യം. അപ്പോൾ അർത്ഥം നോക്കാം. ഇതി ഈ പ്രകാരം, ഈ കഴിഞ്ഞ 53 ശ്ലോകങ്ങളിൽ വിവരിച്ച പ്രകാരം, പുണ്യാനന്ദാത് ഉദിതഃ ശ്രീമദ് പുണ്യാനന്ദനാഥ മഹായോഗികളുടെ ഹൃദയത്തിൽ നിന്നും ഉദിച്ചതായ അയം കാമകലാ അംഗനാവിലാസഃ, ഈ കാമകല എന്ന ഒരു ഉത്തമ യുവതിയുടെ വിലാസം പരശിവ ഭുജംഗ, പരശിവനാകുന്ന സ്വഭർത്താവിൻ്റെ, ഭുജംഗൻ എന്ന് വെച്ചാൽ പതി, അധീശൻ എന്നൊക്കെ കൂടി അർത്ഥമുണ്ട്. വേറെയും അർത്ഥമുണ്ട്, അത് പിന്നെ പറയാം. ഭാവ ആകർഷണ ഹർഷായ, ഹൃദയത്തെ ആകർഷിപ്പിക്കുന്ന ഉത്സാഹത്തിന് നിത്യം കൽപ്പതാം, എപ്പോഴും സമർത്ഥമുള്ളതാകട്ടെ. അതായത് ഇതിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഇങ്ങനെയാണ്. ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികളാൽ ഇതുവരെ വിശദമായി വിവരിക്കപ്പെട്ട പ്രഭാവങ്ങളോടുകൂടിയ ശ്രീ കാമകലയായ ചിത്ശക്തിയുടെ വീക്ഷണ വിലാസം, അല്ലെങ്കിൽ ശ്രീചക്ര ആവരണങ്ങളിലെ വിവിധ ദേവതകളായി വികസിച്ചിട്ടുള്ള വിലാസം, ശ്രീ പരമേശ്വരനാകുന്ന ജഗത്പതിയുടെ ഹൃദയാകർഷണമാകുന്ന ഉല്ലാസത്തിന്, പരമാനന്ദപൂർണമായ അനുഗ്രഹത്തിന് എല്ലായ്പ്പോഴും ഇടവരുത്തട്ടെ. മറ്റൊരു അർത്ഥത്തിൽ, സുന്ദരിയായ ഒരു യുവതിയുടെ വിലാസം അവളുടെ രസികനായ കാമുകന്റെ ശൃംഗാരരസത്താലുണ്ടാകുന്ന ഉത്സാഹത്തെ ആകർഷിക്കുന്നത് പോലെ ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികൾ രചിച്ചതായ ശ്രീ കാമകലാവിലാസമാകുന്ന ഈ ഗ്രന്ഥം പരശിവ ഭുജംഗ ഭാവത്തെ, അതായത് സർവാധീശമാകുന്ന ഉത്തുംഗ പരശിവ ബോധത്തെ ആകർഷിക്കുന്നതിന് സദാ സമർത്ഥമുള്ളതാകട്ടെ. അതായത് ഈ ഗ്രന്ഥ പഠനത്തിലൂടെ എന്നിൽ വർദ്ധിച്ചതായ സമ്യക് ജ്ഞാനം എൻ്റെ മുക്തിമാർഗത്തിലേക്കുള്ള പ്രയാണത്തെ കൂടുതൽ സുഗമമാക്കട്ടെ എന്ന് സൂക്ഷ്മാർത്ഥം പറയാം. ഇവിടെ ഭുജംഗൻ എന്നതിന് കാമുകൻ, രസികൻ എന്നൊക്കെയാണ് അർത്ഥം. ഭുജംഗ ശബ്ദത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം സർപ്പം എന്നാണ്. പക്ഷേ ഈ വേറെ അർത്ഥങ്ങളും കൂടി ഉണ്ട്. ഭാവ ആകർഷണ ഹർഷായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഭാവം? വിലാസ ഈക്ഷണേന സമുത്പന്ന ആന്തരോ വികാര വിശേഷോ ഭാവഃ തേനോപാർജിതോ വിലാസോ ഭാവജനനദ്വാരാ ഹർഷഹേതുർഭവതി ഇത്യർത്ഥഃ. അതായത് വിലാസ വീക്ഷണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആന്തരികമായ വികാരവിശേഷം, അതുകൊണ്ടുണ്ടാവുന്ന ആനന്ദാതിരേകം. ശ്രീ നടനാനന്ദനാഥർ ഒന്നും കൂടിയും ഇത് വിശദീകരിക്കുകയാണ്. ലോകേയപി പ്രിയതമ വിലാസദർശനേ രസികനായകസ്യ ശൃംഗാരഭാവോദയപൂർവകോ ഹർഷ ഉത്പദ്യത്തെ തദ്വത് പരശിവസ്യ ആത്മശക്തി ഈക്ഷണ ആഭിമുഖ്യസ്യ ചിച്ഛക്തിഭൂത കാമകലാവിലാസഃ. അതായത് പ്രിയതമയുടെ വിലാസങ്ങൾ കാണുന്ന രസികനായ കാമുകന് അഥവാ ഭർത്താവിന് ശൃംഗാരഭാവം ഉദിക്കുന്നത് കൊണ്ട് അന്തരംഗത്തിൽ സുഖപൂർണമായ ഹർഷം ഉണ്ടാവുന്നത് സാധാരണമായി നമ്മൾ കാണുന്നതാണ്. അതുപോലെ ശ്രീ പരമേശ്വരന്റെ വീക്ഷണത്തിന് ആഭിമുഖ്യമായി പരമാനന്ദം ഉളവാക്കുന്നതാണ് ചിത് ശക്തിയുടെ കാമകലാവിലാസം എന്ന് അർത്ഥം. ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികളുടെ ഹൃദയത്തിൽ നിന്നും ഉദിച്ച ഈ ശ്രീ കാമകലാവിലാസ സ്തോത്രത്തിൻ്റെ വൃത്തം ഗീതി എന്ന് പറയുന്ന ആര്യാവൃത്തത്തിൻ്റെ ഒരു വകഭേദമാണ്. ഇവിടെ അക്ഷരത്തിൻ്റെ കണക്ക് വെച്ചല്ല, മാത്രയുടെ കണക്ക് വെച്ചാണ് ഈ വൃത്തത്തിൻ്റെ ഘടന രൂപപ്പെട്ടിട്ടുള്ളത്.
അർദ്ധസമമാത്ര ഛന്ദസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഒരു വിശേഷമായ വൃത്തം. ഇനി ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം ഗുരുവന്ദനമാണ്. 55-ാമത്തെ ശ്ലോകം. ചിന്താതരംഗതരളസ്തൃഷ്ണാസലിലഃ പ്രപഞ്ചവാരാശിഃ യദനുഗ്രഹേണ തീർന്നസ്തസ്മൈ ശ്രീനാഥനാവികായ നമഃ. പദങ്ങളുടെ അർത്ഥം നോക്കാം. ചിന്താ തരംഗ തരളഃ, ചഞ്ചല സ്വഭാവത്തോടുകൂടിയ സങ്കല്പ വികൽപ്പങ്ങളാകുന്ന തിരമാലകൾ നിറഞ്ഞതും ആ ചിന്തകളാകുന്ന തരംഗങ്ങൾ അലതല്ലിത്തെറിച്ച് ഇടതടവില്ലാതെ ക്ഷോഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും, തൃഷ്ണാസലിലഃ, തൃഷ്ണയാകുന്ന ജലം നിറഞ്ഞതും ആകുന്ന പ്രപഞ്ചവാരാശി, പ്രപഞ്ചമാകുന്ന മഹാസമുദ്രം, യദനുഗ്രഹേണ തീർണ, ഏതൊരു മഹാനുഭാവന്റെ അനുഗ്രഹ കടാക്ഷത്താൽ തരണം ചെയ്യപ്പെട്ടുവോ, തസ്മൈ ശ്രീനാഥ നാവികായ, നാവികനായ ആ സദ്ഗുരുവിനായി നമഃ, എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ. ജനന മരണങ്ങളുടെ ആവർത്തനം ഒഴിയാത്ത സംസാര ബന്ധം ആണ് പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം. അതൊരു മഹാസമുദ്രമാണ്. അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് അതിലെ ജലം. അത് ക്ഷോഭിപ്പിക്കുന്ന അതിചഞ്ചല സ്വഭാവമുള്ള മനോവൃത്തികളാണ് അതിൽ സദാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരമാലകൾ. ഭോക്ത, ഭോഗ്യം, ഭോഗം എന്നീ ത്രിപുടി കാരണം ഭേദദൃഷ്ടിയും അതുകൊണ്ട് രാഗദ്വേഷങ്ങളും അതനുസരിച്ച് പ്രവൃത്തികളും നിവൃത്തികളും സുഖദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവന്മാരെ തൻ്റെ അനുഗ്രഹമാകുന്ന വഞ്ചിയിൽ കയറ്റി കരയിലെത്തിക്കുന്ന തോണിക്കാരൻ തന്നെയാണ് സദ്ഗുരുനാഥൻ. ആ ഗുരുവിന് തൻ്റെ നമസ്കാരം അർപ്പിച്ച് ഗ്രന്ഥം പൂർത്തിയാക്കുകയാണ് ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികൾ. യദനുഗ്രഹേണ തീർണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സദ്ഗുരുനാഥന്റെ അനുഗ്രഹപ്രാപ്തിയോടെ സംസാരസാഗരം ഇപ്പൊ തന്നെ തരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി. ശ്രീ ഉത്പലാചാര്യർ തൻ്റെ ശിവസ്തോത്രാവലിയിൽ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുകയാണ്: കില സദൈവ ശിവാധ്വനി താവകേ കൃതപദോസ്മി മഹേശതവേച്ഛയ ശുഭശതാന്യുദിതാനി തദൈവ മേ കിമപരം മൃഗയേ ഭവതഃ പ്രഭോ. അല്ലയോ മഹേശ്വര, തവ ഇച്ഛയ, അവിടുത്തെ അനുഗ്രഹ കടാക്ഷത്താൽ യദേവ ശിവ അധ്വനി കൃതപദോ അസ്മി, എപ്പോ ഞാൻ ഈ മംഗളകരമായ മാർഗത്തിൽ മുൻപോട്ട് നടക്കാനായി കാലെടുത്തു വെച്ചുവോ, തദൈവ മേ ശുഭശതാനി ഉദിതാനി, അപ്പൊ തന്നെ അത്യധികം ശ്രേയോദായകമായ സകല സൗഭാഗ്യങ്ങളും എനിക്ക് ലഭിച്ചു. കിമപരം മൃഗയെ, ഇനി എന്തിനാണ് ഞാൻ മറ്റു മാർഗങ്ങളെ തിരഞ്ഞു പോകേണ്ടത്? സകല ശ്രേയസ്സും ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറൊന്നിൻ്റെയും പുറകെ ഞാൻ പോകില്ല എന്ന് അർത്ഥം. ഈ 55-ാമത്തെ ശ്ലോകത്തോടു കൂടി ശ്രീ കാമകലാവിലാസം പൂർത്തിയാവുകയാണ്. വ്യവഹാരമണ്ഡലമാകുന്ന ഈ ജഗത്തിൻ്റെ സൃഷ്ടിയും അതെങ്ങനെ ശ്രീചക്രരൂപത്തിൽ പ്രതിഫലിക്കുന്നു എന്നതുമാണ് ശ്രീ കാമകലാവിലാസത്തിലെ പ്രധാനമായ പ്രതിപാദ്യ വിഷയം. ഈ വ്യാവഹാരിക തലം തന്നെയാണ് സംസാരം. അതിൽ നിന്നുമുള്ള മുക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികൾ തൻ്റെ ഗ്രന്ഥം അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർക്കേണ്ടതാണ്. ജഗത് സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വ്യവഹാര മണ്ഡലം മാത്രമാണ്. മാനം എന്ന് ആധുനിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു തലം, ഒരു ഡയമെൻഷൻ. ഈ വ്യാവഹാരിക തലമായും വ്യാവഹാരിക തലത്തെ ചലിപ്പിക്കുന്ന ശക്തിയായും രൂപമെടുക്കുന്ന പരാശക്തിയാണ് ചിത് ശക്തി. പാരമാർത്ഥികം എന്ന ഒരു തലത്തിലേക്ക് കടക്കുന്നതുവരെ, ശ്രീചക്ര മധ്യബിന്ദുവാകുന്ന കവാടത്തിൽ കൂടി പ്രവേശിച്ച് അപ്പുറത്തേക്ക് കടക്കുന്നതുവരെ ഈ തലം സത്യം തന്നെയാണ്. ചിത്ശക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഈ പ്രപഞ്ചതലത്തെക്കുറിച്ച് ത്രിപുര രഹസ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ആദർശ നഗരം സർവമസ്ത്യാദർശ സ്വഭാവതഃ ഏവം ജഗച്ചിതാത്മൈക രൂപം സത്യമുദീരിതം. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന നഗരം ആ കണ്ണാടിയുടെ ഭാവത്തിൽ തന്നെയാണ് ഉള്ളത്.
അതായത് കണ്ണാടിയുടെ മഹത്വമൊക്കെ അതിൽ പ്രതിഫലിച്ച് കാണുന്നതിലുമുണ്ട്. അഥവാ കണ്ണാടി എന്ന് അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ പ്രതിഫലനത്തിൽ കൂടിയാണ്. അതുപോലെ ചിത് ശക്തിയിൽ പ്രതിഫലിക്കുന്ന ഈ പ്രപഞ്ചവും സത്യം തന്നെയാണ്. യേ സദാ ഏതത് പരിശീലയന്തി തേ സ്വരൂപവികാസമയം വിശ്വം ജാനാന ജീവൻ മുക്ത ഇത്യാംനാഥാഹ എന്ന് പ്രത്യഭിജ്ഞാഹൃദയത്തിൽ ശ്രീ ക്ഷേമരാജാചാര്യരും പറയുന്നു. അതായത് ശ്രീ പരമേശ്വര സ്വരൂപമായ ചിത് ശക്തിയുടെ ഉന്മേഷണം മാത്രമാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് സദാ പരിചിന്തനം ചെയ്യുന്നവർ ജീവൻ മുക്തരാവുന്നു എന്നതാണ് വിശുദ്ധ ആംനായ പാരമ്പര്യത്തിൻ്റെ ദൃഢപ്രസ്താവന എന്നർത്ഥം. ആ ചിത്ശക്തി തന്നെയാണ് ശിവശക്തി ഐക്യരൂപിണിയായ ശ്രീ മഹാത്രിപുരസുന്ദരിയായി ശ്രീവിദ്യോപാസനയിൽ കൂടി ഉപാസിക്കപ്പെടുന്ന പരദേവത. ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ അതിവിശിഷ്ട സാധനയാണ് ശ്രീവിദ്യാ മന്ത്രങ്ങളുടെ ജപം. അതിൽ ദീക്ഷ ലഭിച്ചിട്ടുള്ളവരെല്ലാവരും അതിഭാഗ്യവാന്മാരുമാണ്. സ്വൈരം ഉപാസതേ എന്ന് പറഞ്ഞിരിക്കുന്നു. തന്മയീം പരമാനന്ദ നന്ദിതാം സ്പന്ദരൂപിണിം നിസർഗസുന്ദരീം ദേവീം ജ്ഞാത്വാ സ്വൈരം ഉപാസതേ. യോഗിനി ഹൃദയത്തിലെ സുന്ദരമായ ഒരു ശ്ലോകമാണ് ഇത്. ശ്രീവിദ്യാ മന്ത്രസ്വരൂപിണിയായ ഭഗവതി ശ്രീ മഹാത്രിപുരസുന്ദരിയെ ഇവിടെ 4 വിശേഷണങ്ങളാലാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ തന്നെ പരാശക്തിയുടെ പരിപൂർണ ലക്ഷണം രൂപനിർണയം വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. തന്മയീം പരമാനന്ദ നന്ദിതാം സ്പന്ദരൂപിണീം നിസർഗസുന്ദരീം ദേവീം ജ്ഞാത്വാ സ്വൈരം ഉപാസതേ. തന്മയി എന്ന് വെച്ചാൽ മന്ത്രം, ചക്രം, ഗുരു എന്നീ 3മായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവൾ. പരമാനന്ദ നന്ദിത എന്ന് വെച്ചാൽ പരശിവനുമായുള്ള സാമരസ്യത്തിൽ പരമാനന്ദ നിർഭരയായിരിക്കുന്നവൾ. സ്പന്ദരൂപിണി എന്ന് വെച്ചാൽ ശിവാദി ഭൂമി പര്യന്തമുള്ള 36 തത്വങ്ങളായിട്ടുള്ള പ്രപഞ്ച വികസനത്തിൽ സ്പന്ദരൂപേണ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൾ. നിസർഗസുന്ദരി എന്ന് വെച്ചാൽ ആത്മസ്വരൂപിണിയായി ജീവിത ആസക്തിയാകുന്ന പ്രേമരൂപത്തിൽ സകല ജീവവർഗങ്ങളെയും പോഷിപ്പിക്കുന്ന പ്രകാശവിമർശ സാമരസ്യ രൂപിണിയായിരിക്കുന്നവൾ. സഹജാനന്ദോല്ലാസാത് അഖിലസ്യ സ്പൃണീഹ വിമർശശക്തി. വിശ്വമാകെ സർവകർമ്മ ശരീരിണിയായി സഹജമായ ആനന്ദ സ്ഫൂർത്തിയായി നിറഞ്ഞിരിക്കുന്നവൾ. ഇപ്രകാരമുള്ള പരദേവതയായ മഹാത്രിപുരസുന്ദരിയുടെ മന്ത്രസാധനയെ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ദീക്ഷയായി സ്വീകരിച്ച് അതിൻ്റെ സൂക്ഷ്മതത്വം ഗ്രഹിച്ചറിഞ്ഞ് ജ്ഞാത്വ അറിഞ്ഞ് സ്വൈരം ഉപാസതേ. സ്വാത്മതയാ ഉപാസിക്കുന്നതിനാൽ മുക്തിക്കുള്ള മാർഗം തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധകോത്തമന്മാർ സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കുന്നു. സ്വൈരം ഉപാസതേ. ശ്രീ കാമകലാവിലാസത്തിലെ ഈ അവസാനത്തെ ശ്ലോകത്തിൽ യദനുഗ്രഹേണ തീർണ, ആ ഗുരുവിൻ്റെ ദയാനുഗ്രഹം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇതിനകം തന്നെ ഈ ഭവസാഗരം തരണം ചെയ്യപ്പെട്ടതായി കഴിഞ്ഞു എന്ന് ആചാര്യൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മോക്ഷൈക ഹേതുവിദ്യയായ മഹാമന്ത്രത്തിൻ്റെ ദീക്ഷ ലഭിച്ചത് തന്നെ അതിനുള്ള കാരണം. ശിവശക്തി സമായോഗ ജനിതോ മന്ത്രരാജക. ശ്രീചക്രം പോലെ തന്നെ ശിവശക്തി സാമരസ്യത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് മന്ത്രരാജൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീവിദ്യാ മന്ത്രവും. ത്രിശതിയുടെ ഫലശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: യസ്യനോ പശ്ചിമം ജന്മ യതിവാ ശങ്കര സ്വയം തേനൈവ ലഭ്യത്തെ വിദ്യ ശ്രീമത് പഞ്ചദശാക്ഷരി മോക്ഷൈക ഹേതു വിദ്യാതു ശ്രീവിദ്യ നാത്ര സംശയ. ആർക്ക് വീണ്ടും ജന്മമില്ലയോ, ആര് സ്വയം ശിവസായുജ്യ പദവി കിട്ടി സ്വയം ശിവസ്വരൂപം പ്രാപ്തമാക്കിയിരിക്കുന്നുവോ അവരാൽ മാത്രമേ കൈവല്യവിദ്യയായ ശ്രീവിദ്യ പ്രാപിക്കപ്പെടുന്നുള്ളൂ. മോക്ഷൈക ഹേതു വിദ്യാതു ശ്രീവിദ്യ നാത്ര സംശയ. മോക്ഷപ്രാപ്തിക്കുള്ള ഉത്തമ സാധനയാണ് ശ്രീവിദ്യ എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് അർത്ഥം. ആ മോക്ഷവിദ്യയായ ശ്രീവിദ്യയെ നമുക്ക് ഉപദേശം ചെയ്ത് അനുഗ്രഹിച്ച ശ്രീമത് സദ്ഗുരുപാദങ്ങളെയും മഹത്തായ ഗുരുപരമ്പരയെയും ശിരസാ നമിച്ചുകൊണ്ട് ഈ ശ്രീ കാമകലാവിലാസ പഠനം നമുക്ക് സ്വല്പമായിട്ടാണെങ്കിലും നേടിത്തന്ന തത്വജ്ഞാനത്തിൽ കൂടി നമ്മുടെ നിത്യോപാസന കൂടുതൽ അന്തർമുഖ സമാരാധനയാവാൻ ശ്രീ ഗുരു കടാക്ഷവും പരദേവതാനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രീ ഗുരുചരണാരവിന്ദാർപ്പണമസ്തു. ശുഭമസ്തു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.